ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 6 ധ്യാനയോഗം. ശ്ലോകം 10. യോഗി യുഞ്ജീത സദത മാത്മാനം രഹസി സ്ഥിതഃ ഏകാഗീയത ചിത്താത്മാ നിരാശീര പരിഗ്രഹഃ. വിവർത്തനം. ഒരു അതീന്ദ്രിയജ്ഞാനി എപ്പോഴും തൻ്റെ ശരീരം, മനസ്സ്, ആത്മാവ് എന്നിവയെ പരമപുരുഷനുമായുള്ള ബന്ധത്തിൽ ഏർപ്പെടുത്തണം. വിജനസ്ഥലത്ത് ഒറ്റയ്ക്ക് താമസിക്കുകയും മനസ്സിനെ ശ്രദ്ധയോടെ നിയന്ത്രിക്കുകയും വേണം. അയാൾക്ക് യാതൊന്നിലും ആശയോ മമതയോ തോന്നരുത്. ഭാവാർത്ഥം: ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ എന്നിങ്ങനെ കൃഷ്ണൻ വിവിധ ഭാവങ്ങളിൽ സാക്ഷാത്കരിക്കപ്പെടുന്നു. കൃഷ്ണാവബോധം എന്നാൽ എപ്പോഴും അതീന്ദ്രിയമായ പ്രേമത്തോടെ ഭഗവത് സേവനം അനുഷ്ഠിക്കുക എന്നർത്ഥം. അവ്യക്തഗത ബ്രഹ്മത്തോടും പരമാത്മാവിനോടും മമതയുള്ളവരും ഭാഗികമായി കൃഷ്ണാവബോധം നേടിയവർ തന്നെ. കൃഷ്ണന്റെ ആത്മീയ കിരണമാണ് അവ്യക്തഗത ബ്രഹ്മം. പരമാത്മാവ് സർവവ്യാപ്തമായ ഭാഗിക രൂപവിസ്തരണവും. അതിനാൽ അവ്യക്തഗതവാദിയും ധ്യാനിയും പരോക്ഷമായ കൃഷ്ണാവബോധമുള്ളവരത്രേ. നേരിട്ട് കൃഷ്ണാവബോധമാർന്നവനാണ് അത്യുത്തമനായ അതീന്ദ്രിയജ്ഞാനി. ബ്രഹ്മം, പരമാത്മാവ് എന്നീ പേരുകൾ കൊണ്ടുദ്ദേശിക്കുന്നതെന്തെന്ന് ആ ഭക്തനറിയാം. പരമസത്യത്തെക്കുറിച്ചുള്ള അയാളുടെ അറിവ് പൂർണ്ണമാണ്. എന്നാൽ അവ്യക്തഗതവാദികളും ധ്യാനയോഗികളും അപൂർണമായ വിധത്തിൽ കൃഷ്ണാവബോധം ഉള്ളവരാണ്. എന്നാൽ ഇവരെല്ലാം താങ്കളുടെ പദ്ധതികളിൽ നിരന്തരം ഏർപ്പെട്ടുകൊണ്ടിരിക്കണമെന്ന് ഇവിടെ ഉദ്ബോധിപ്പിക്കുന്നു. അങ്ങനെ ഓരോരുത്തർക്കും വേഗത്തിലോ പതുക്കെയോ പരിപൂർണതയിലെത്താം. ഒരതീന്ദ്രിയജ്ഞാനി ആദ്യമായി ചെയ്യേണ്ടത് എപ്പോഴും കൃഷ്ണനിൽ തന്നെ മനസ്സുറപ്പിക്കലാണ്. കൃഷ്ണനെപ്പറ്റി എല്ലായ്പ്പോഴും ചിന്തിക്കണം. നിമിഷനേരം പോലും മറന്നു പോകരുത്. ഭഗവാനിൽ മനസ്സ് ഏകാഗ്രമാക്കുന്നതാണ് സമാധി. ഏകാഗ്രീകരിക്കാൻ ഒരാൾ ഏകാകിയായിരിക്കുകയും ബാഹ്യ വിഷയങ്ങളുടെ ശല്യത്തിൽ നിന്നകലുകയും വേണം. തൻ്റെ ആത്മസാക്ഷാത്കാരത്തിന് വിലങ്ങടിച്ചു നിൽക്കുന്ന ചുറ്റുപാടുകളെ ഉപേക്ഷിച്ച് അനുകൂലങ്ങളായവ സ്വീകരിക്കാൻ ബദ്ധശ്രദ്ധനായിരിക്കണം. ഉടമസ്ഥതാബോധത്തിൽ കുടുക്കിക്കളയുന്ന അനാവശ്യങ്ങളായ ഭൗതിക വസ്തുക്കളുടെ പിറകെ പായില്ലെന്ന് ദൃഢനിശ്ചയവും അയാൾക്കുണ്ടാവണം. നേരിട്ട് കൃഷ്ണാവബോധ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരിൽ ഈ മുൻകരുതലുകളും പൂർണ്ണതകളുമെല്ലാം തികച്ചും വളർന്നിരിക്കും. ഭൗതിക ലോഭങ്ങൾക്ക് ഏറെയൊന്നും ഇടവയ്ക്കാത്ത സ്വാർത്ഥ പരിത്യാഗത്തെയാണ് നേരിട്ടുള്ള കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. ശ്രീല രൂപ ഗോസ്വാമി കൃഷ്ണാവബോധത്തെ ഇങ്ങനെ വിവരിക്കുന്നു: അനാസക്തസ്യ വിഷയാൻ യഥാർഹമുപയുജ്ഞതഃ നിർബന്ധഃ കൃഷ്ണസംബന്ധേ യുക്തം വൈരാഗ്യമുച്യതേ പ്രാപഞ്ചികതയാ ബുദ്ധ്യാ ഹരിസംബന്ധി വസ്തുനഃ മുമുക്ഷുഭിഃ പരിത്യാഗോ വൈരാഗ്യം ഫൽഗു കഥ്യതേ. യാതൊന്നിലും ആസക്തിയില്ലാതെയും അതേസമയം കൃഷ്ണനുമായി ബന്ധമുള്ള ഏതിനെയും സ്വീകരിച്ചുകൊണ്ടും ഉത്തമസ്ഥിതി കൈവരിച്ച ഒരാൾ മമതാബന്ധങ്ങളെ അതിക്രമിച്ചിരിക്കുന്നു. മറിച്ച് സർവവിഷയങ്ങളെയും അവ കൃഷ്ണനോട് ബന്ധപ്പെട്ടതാണെന്നറിയാതെ ഉപേക്ഷിക്കുന്നവൻ്റെ പരിത്യാഗം അത്രത്തോളം പൂർണ്ണമല്ല. ഭക്തിരസാമൃത സിന്ധു 2:255-256. സർവവും കൃഷ്ണൻ്റേതാണെന്ന് കൃഷ്ണാവബോധമാർന്ന ഭക്തന് നന്നായി അറിയാം. അതുകൊണ്ട് അയാൾ സ്വാർത്ഥ ലാഭോന്മുഖങ്ങളായ ചിന്തകളിൽ നിന്ന് മുക്തനാകുന്നു. തനിക്കായിട്ട് എന്തെങ്കിലും ഒന്ന് അയാൾ ആഗ്രഹിക്കാറില്ല. കൃഷ്ണാവബോധപൂർവം ആവശ്യമായവ സ്വീകരിക്കാനും അനുയോജ്യങ്ങളല്ലാത്തവ ത്യജിക്കാനും അയാൾക്ക് കഴിയും. ഇന്ദ്രിയാതീതനാകയാൽ അയാൾ എപ്പോഴും ഭൗതിക വിഷയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കും. കൃഷ്ണാവബോധം നേടാത്തവരോട് ബന്ധപ്പെടാതെ ഏകാകിയായി ജീവിക്കും. കൃഷ്ണാവബോധമാർന്ന വ്യക്തി ഒരു തികവുറ്റ യോഗിയായിരിക്കും. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.